ഒറ്റ ശിഖരം സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. മൂന്തൻ മേനോനോട് കൃഷ്ണ ദേഷ്യത്തോട് കൂടിയിട്ട് പറയുകയാണ് കേട്ടോ, അവരെന്തായാലും വിട്ടുതരില്ല. ഈ യാത്രയും കൊണ്ട് പോയിട്ട് എന്ത് പ്രയോജനം ഉണ്ടായത്? ഒരു ഉമ്മ കിട്ടി, അതല്ലാതെ എന്താ കിട്ടിയത്? അവർ വിട്ടുതരില്ല. അതുകൊണ്ട് തന്നെയാണ് ഏതായാലും നമുക്ക് കേസ് കൊടുക്കുക എന്നിങ്ങനെ പറയണം കേട്ടോ. അത് കേൾക്കുമ്പോൾ മൂന്തൻ പറയുന്നുണ്ട്, കൃഷ്ണ നീ ഒന്ന് അടങ്ങ്, നമുക്ക് എന്തായാലും അതൊരു അമ്മയും കുഞ്ഞും അല്ലേ, അവർക്കൊരിത്തിരി സാവകാശം വേണ്ടി വരും. അതുകൊണ്ട് മീനാക്ഷി ഒരു സാവകാശം എടുക്കട്ടെ, പതുക്കെ. എത്രയാണെങ്കിലും അവർ അമ്മയും കുഞ്ഞും അല്ലേ, അത് നമുക്ക് വേർപിരിക്കാൻ പറ്റില്ലല്ലോ എന്നിങ്ങനെ പറയണം കേട്ടോ. അത് കേൾക്കുമ്പോൾ പ്രതാപനും പറയണ്ട, അത് ശരിയാണ്, അവർക്കൊരു സമയം കൊടുക്കണം, നമ്മൾ കേസിനും വഴക്കിനും ഒന്നിനും പോവണ്ട, ഒരു അമ്മയും മോളും അല്ല, അത് ശരിയായിക്കോളും എന്നിങ്ങനെ പറയണം കേട്ടോ. പിന്നീട് കാണിക്കുന്നത് മീനാക്ഷി ഇങ്ങനെ കുഞ്ഞിനെ നോക്കിയിട്ട് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കും കേട്ടോ. തുളസിച്ചേട്ടൻ ഇങ്ങനെ വരികയാണ്. തുളസിച്ചേട്ടൻ ഇങ്ങനെ വന്നിട്ട് മോളെന്തേ ചോദിക്കുമ്പോൾ മോളെ ഉറങ്ങി എന്നിങ്ങനെ പറയാണ്. മോളെ മീനാക്ഷി തുളസിച്ചേട്ടനോട് പറയണം കേട്ടോ, അച്ഛാ എന്തായാലും നമുക്ക് മോളെ കൊടുത്തേ പറ്റൂ, അത് കൊടുക്കേണ്ടി വരും, അത് ഉറപ്പായ കാര്യമാണ് എന്നിങ്ങനെ പറയും. കാരണം അവളുടെ അവകാശിയാണ്, ആകെയുള്ളൊരു അവകാശിയാണ് ആ അച്ഛൻ വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൊടുക്കാതിരിക്കാൻ പറ്റില്ല എന്നിങ്ങനെ പറയണം കേട്ടോ. അതേസമയം തുളസിച്ചേട്ടൻ പറയണം, വേണ്ട നമുക്ക് കേസ് കൊടുക്കാം, ഹൈക്കോടതിയിലൊക്കെ പോയി കഴിയുമ്പോഴേക്കും ഒരുപാട് വൈകും, അപ്പോൾ അതുവരെയും നമ്മുടെ കുഞ്ഞ് നമ്മുടെ കൂടെ ഇരിക്കും, നമുക്ക് കുഞ്ഞിനെ കൊടുക്കാൻ പറ്റില്ല എന്നിങ്ങനെ പറയണം കേട്ടോ. അതേസമയം മീനാക്ഷി പറയണം, ഇല്ല അച്ഛാ, ചന്ദ്രമോഹനൻ സാറോട് വരാൻ പറയും, നമുക്ക് കുഞ്ഞിനെ കൊടുക്കാം, അയാളുടെ അവസ്ഥ കണ്ടില്ലേ, അയാൾക്ക് ആരുമില്ല, അയാൾക്ക് ഈ കുഞ്ഞ് മാത്രമേ ഉള്ളൂ, ഈ കല്ലുമോളുടെ അച്ഛനാണല്ലോ, അതുകൊണ്ട് നമുക്ക് കുഞ്ഞിനെ കൊടുക്കാം എന്നിങ്ങനെ പറയണം കേട്ടോ. പിന്നീട് തുളസിച്ചേട്ടൻ വന്ന് പ്രസന്നയോട് പറയും, അവളിപ്പോൾ കുഞ്ഞിനെ കൊടുക്കുക എന്നാണ് പറയുന്നത് എന്നിങ്ങനെ പറയണം. അതെങ്ങനെ ശരിയാവും? കുഞ്ഞിനെ നമ്മൾ കൊടുക്കുക എന്ന് പറഞ്ഞ സമയത്ത് അവർ വന്നില്ല, ഇപ്പോൾ കുഞ്ഞ് ഇത്രയും വളർന്നു, നമുക്ക് ആ കുഞ്ഞിനെ കൊടുക്കാൻ പറ്റില്ല, അതിന് യാതൊരു മാറ്റവും ഇല്ല എന്നിങ്ങനെ പറയണം കേട്ടോ. അതേസമയം മീനാക്ഷി വന്നിട്ട് പറയും, അമ്മേ അത് ശരിയല്ല, അവളുടെ അച്ഛനാണ് ചോദിക്കുന്നത്, ആ കുഞ്ഞിനെ ഏക ഒരു അവകാശി ആ അച്ഛനാണ്, ആ അച്ഛൻ്റെ അവസ്ഥ അറിയില്ലേ, അയാൾക്കിപ്പോൾ ആരുമില്ല, നമ്മൾ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവില്ല, നമുക്ക് കല്ലുമോളെ എന്തായാലും കൊടുത്തേ മതിയാവും, എങ്ങനെ എത്ര എന്തെന്നെയാണെങ്കിലും കല്ലുമോളെ നമുക്ക് കൊടുക്കേണ്ടി വരും, അതുകൊണ്ട് കൊടുക്കണം എന്നിങ്ങനെ പറയണം കേട്ടോ. ആകെ വിഷമത്തോട് കൂടിയിട്ട് മീനാക്ഷി അകത്തേക്ക് പോവുകയാണ്. പിന്നീട് കാണുന്നത് മഞ്ജു ഓട്ടോറിക്ഷയിൽ ഇങ്ങനെ വന്നിറങ്ങുക കേട്ടോ. ദേഷ്യത്തോട് കൂടിയിട്ട് വന്നിറങ്ങുമ്പോൾ പ്രസന്ന ചോദിക്കുക, എന്താടി നീ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ വന്നത് എന്നിങ്ങനെ ചോദിക്കും. എൻ്റെ ചേച്ചി എവിടെ, അവളെ ഒന്ന് കാണട്ടെ ഞാൻ എന്നിങ്ങനെ പറയണം കേട്ടോ. അതിനുശേഷം ബാഗൊക്കെ വലിച്ചെറിഞ്ഞിട്ട് അകത്തേക്ക് പോകും. ആ സമയം മീനാക്ഷി കുഞ്ഞിനെയോട് ഇങ്ങനെ കളിപ്പിച്ചിട്ടിരിക്കുകയായിരിക്കും കേട്ടോ. ചേച്ചിയെ ഞാൻ ഈ തരത്തിൽ കണ്ടില്ല, എന്നാലും കല്ലുമോളെ ചേച്ചി പൈസയ്ക്ക് വേണ്ടിയിട്ട് വിൽക്കുകയാണോ അതോ കൊടുക്കുകയാണോ, എന്താണ് ഇവളുടെ ആരാ, ഞാൻ ആൻറ്റിയല്ലേ, അതിപ്പം എത്ര എങ്ങനെ തന്നെയാണെങ്കിലും ശരി നീ തന്നെയാണ് ആൻറ്റി എന്നിങ്ങനെ പറയും. പിന്നെ എന്തിനാ ചേച്ചി ഈ കല്ലുമോളെ കൊടുക്കുന്നത്, ചേച്ചിക്ക് വേറെ കല്യാണം കഴിച്ചിരിക്കാൻ വേണ്ടിയിട്ടാണോ, കല്ലുമോളൊരു ശല്യമാവും എന്ന് പറഞ്ഞിട്ടാണോ, എന്താടി നീ ഇങ്ങനെയൊക്കെ പറയുന്നത്? അങ്ങനെയൊന്നുമല്ല, അവളുടെ അച്ഛനാണല്ലോ വന്നിരിക്കുന്നത്, അതുകൊണ്ടാണ് ഞാനിങ്ങനെ, എനിക്ക് കല്യാണമൊന്നും കഴിക്കണ്ട, എനിക്ക് അവളെ നോക്കിയിട്ട് അവളുടെ ഒരു ആയിട്ട് ജീവിച്ചാലും കുഴപ്പമില്ല എന്നിങ്ങനെ പറയണം കേട്ടോ. അതേസമയം മഞ്ജു എവിടെ മോളെ പറഞ്ഞിട്ട് മോളെ ഇങ്ങനെ എടുക്കുകയും തുരുതുര ഉമ്മ വയ്ക്കുകയും നെഞ്ചോട് ചേർത്ത് പിടിക്കുകയും ചെയ്യണം കേട്ടോ. അതിനുശേഷം ഞാൻ എന്തായാലും ശരി ഈ കല്ലുമോളെ കൊടുക്കില്ല എന്നിങ്ങനെ പറയണം. മീനാക്ഷി കല്ലുമോളുടെ കാര്യം പറയണം, അച്ഛനാണ്, യഥാർത്ഥ അച്ഛനാണ് വന്നിരിക്കുന്നത്, നമുക്ക് കൊടുക്കാതിരിക്കാൻ കഴിയില്ല എന്നിങ്ങനെ പറയണം കേട്ടോ. അതേസമയം ആശാനും സീതേച്ചിയും കൂടിയിട്ട് വരികയാണ് കേട്ടോ. എന്തായാലും ശരി ഒന്ന് കല്ലുമോളെ കാണാം എന്നിങ്ങനെ പറയണം. പ്രസന്നയോട് വന്ന് ചോദിക്കുകയാണ്, എവിടെ കല്ലുമോളെ എവിടെ എന്ന് ചോദിക്കുമ്പോഴേക്കും മീനാക്ഷി വരും കേട്ടോ. കല്ലുമോളെ ഞാനൊന്ന് അങ്ങോട്ടേക്ക് കൊണ്ടുപോകട്ടെ, ഇനി എത്ര നാളുണ്ടാവും കല്ലുമോള് എന്നിങ്ങനെ പറയുക. ചേച്ചി അവൾ വാശി പിടിക്കില്ലേ എന്ന് ചോദിക്കില്ല, അവൾ വാശിയൊന്നും പിടിക്കില്ല, അവൾ ഞാൻ തേങ്ങ ചിരവുകയാണെങ്കിൽ അതൊന്ന് എടുത്ത് കഴിക്കും, ഞങ്ങളോട് കൂടെ ഇരിക്കും ചെയ്യും എന്നിങ്ങനെ പറയണം. അത് കേൾക്കുമ്പോൾ മീനാക്ഷി പറയും, കാര്യം ശരി തന്നെയാണ്, അവളിവിടെ വന്ന് പറയാറുണ്ട്, ചേച്ചി പലഹാരങ്ങളും എല്ലാം ഉണ്ടാക്കി കൊടുക്കാറുണ്ടെന്ന് പറയാറുണ്ട് എന്നിങ്ങനെ പറയണിട്ട്. ഇനി എത്ര നാളുണ്ടാവും കല്ലുമോളെ എന്തായാലും കൊടുത്തേ തീരൂലേ എന്നിങ്ങനെ സീതേച്ചി ചോദിക്കണം കേട്ടോ. അതേസമയം ആശാൻ പറയണം, വേണ്ട എന്നാൽ കുഞ്ഞ് അവിടെ ഇരുന്നോട്ടെ, ഇനി അവരുടെ കൂടെ കുറച്ചേ ഉണ്ടാവുള്ളൂ, നമുക്ക് പിന്നൊരു ദിവസം വരാം എന്ന് പറഞ്ഞിട്ട് പോവാൻ നിൽക്കണം. മീനാക്ഷി പറയണം, വേണ്ട ഞാൻ അകത്ത് പോയിട്ട് മോളെ കൊണ്ടുവരാം, നിങ്ങൾ കൊണ്ടുപോയിക്കോളും, കുറച്ച് നേരം കല്ലുമോളെ അവിടെ കൊണ്ടുപോയി നോക്കിയിട്ട് വന്നാൽ മതി എന്നിങ്ങനെ പറയണം കേട്ടോ. അതേസമയം ചന്ദ്രമോഹനെ
മുകുന്ദൻ്റെ അവിടേക്ക് പോവുമായിരിക്കും കേട്ടോ. അതേസമയം സീമ വന്നിട്ട് പറയും ഫിസിയോതെറാപ്പി കഴിഞ്ഞിട്ടേ ഉള്ളൂ, 10 മിനിറ്റ് കഴിയണം എന്നിങ്ങനെ പറയണം കേട്ടോ. 10 മിനിറ്റ് കഴിയുമ്പോൾ ചന്ദ്രമോഹൻ സീമയോട് പറയും പഞ്ച്വാലിറ്റിയാണ് കേട്ടോ, 10 മിനിറ്റ് കഴിഞ്ഞു എന്നിങ്ങനെ പറയണം. പിന്നീട് മുകുന്ദൻ വരും. മുകുന്ദൻ വന്നപ്പോൾ ചന്ദ്രമോഹൻ സാർ പറയും ഇന്നൊരു സന്തോഷമുണ്ട് കേട്ടോ എന്ന് ചന്ദ്രമോഹൻ പറയുമ്പോൾ എന്താടോ സന്തോഷം എന്നിങ്ങനെ ചോദിക്കുകയാണ്. തുളസിച്ചേട്ടൻ വിളിച്ചിരുന്നു, അവർ കുഞ്ഞിനെ തരാൻ തയ്യാറാണ് എന്നിങ്ങനെ പറയും. അത് കേൾക്കുന്ന സമയത്ത് അങ്ങനെ മുകുന്ദന് സന്തോഷം കൊണ്ട് എന്താ ചെയ്യുകയെന്നറിയില്ല, അത്രയും സന്തോഷമാണ് കേട്ടോ. അതിനുശേഷം പറയുകയാണ്, ഓ എന്താ ഞാൻ നിനക്കിതിന് പകരം തരും, ഒരു നല്ല കാര്യം പറയുമ്പോൾ എന്തെങ്കിലും സമ്മാനം തരണ്ടേ, ഒരു വഴിയില്ലല്ലോ, ആരോടെങ്കിലും പറഞ്ഞിട്ട് വേണം എനിക്കൊരു സമ്മാനം നിനക്ക് വാങ്ങിത്തരണമെങ്കിൽ എന്നിങ്ങനെ പറയുമ്പോൾ ചന്ദ്രമോഹൻ പറയണം അതൊന്നും വേണ്ട, അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നിങ്ങനെ പറയണം കേട്ടോ. താനൊരു കാര്യം ചെയ്യും, ഇന്ന് വൈകുന്നേരം വായോ, ഇന്ന് എനിക്ക് ഒരു ഡേറ്റിങ്ങും ഒന്നുമില്ല, ഇന്ന് ഞാൻ ഹാപ്പി ആയിട്ടിരിക്കുകയാണ് എന്നിങ്ങനെ പറയണം കേട്ടോ. പിന്നെ താനൊരു ആയെയും കൂടി നോക്കണം, മോളെ നോക്കാൻ വേണ്ടി, ഇന്ന് തന്നെ നോക്കിക്കോട്ടോ എന്നിങ്ങനെ പറയണം. അതിനുശേഷം വൈകുന്നേരം വരണം, ഇന്ന് ഞാൻ ഭയങ്കര സന്തോഷത്തിലാണ് എന്നിങ്ങനെ പറയണം കേട്ടോ. അതിനുശേഷം അങ്കിതയുടെ ഫോട്ടോത്തിൻ്റെ അടുത്ത് പോയിട്ട് പറയണം, അങ്കിത ഇന്ന് നമ്മുടെ മോള് വരികയാണ് കേട്ടോ എന്നിങ്ങനെ പറയണം, നീ ഇതെല്ലാം കാണുന്നില്ലേ എന്നിങ്ങനെ മുകുന്ദൻ പറഞ്ഞുകൊണ്ടാണ് അവസാനിക്കുന്നത്.